Hey, come on guys. My beautiful roses. ഈ ഫ്ലാറ്റ് എന്റെയാ. മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു. ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക്. യെസ്, നിങ്ങളൊന്ന് സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം. Come on guys, come on. എന്താ ഷോക്കിൽ നിന്ന് രണ്ടാളും റിലീസ് ആയില്ലേ? യുനോ മധു, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല. ബണ്ണി. ആ മധു, ബണ്ണിയുടെ ഈ സിൻസിയാരിറ്റി, സ്നേഹം, ത്യാഗം ഞാനിത് എത്രയെന്ന് കരുതിയാ കണ്ടില്ല എന്ന് നരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ചെയ്തത്. എന്താണോ താങ്ക്സ് പറയാൻ പോവാണോ? അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ സർ? ആ, താങ്ക് യു സർ. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. എൻജോയ് ചെയ്യും രണ്ടുപേരും. ഓക്കേ, ബൈ ബൈ. ബണ്ണി സർ, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ അല്ലേ? സാറ് സ്വന്തം വീടായി കരുതിക്കും. സോറി, സ്വന്തം തന്നെയാണല്ലോ. യു ആർ ഓൾവേസ് വെൽക്കം സർ. ഐ ലൈക്ക് യു. ബൈ ബൈ സർ. സോറി മധു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. തന്റെ അച്ഛൻ ആ സമയത്തോടെ വരുമെന്നും ആ DCP നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. മധു, മധു നോക്ക്, തനിക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എനിക്ക് 5,000 റുപ്പീസ് സാലറി ഉണ്ട്. OT എല്ലാം കൂടി ചേർത്ത് ഒരു 2,000 റുപ്പീസ് വേറെയും കിട്ടും. അതെല്ലാം കൂടി വരുമ്പോ ഒരു 7-8 രൂപകളും കിട്ടും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്താ മതിയാവില്ലേ? എന്താ നീ എന്നെ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അവിടെ ഒപ്പിട്ടൊന്ന് കരുതി ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണോ കരുതിയത്? അതിനേക്കാളൊക്കെ ഭേദം ചാവുന്നതാടാ. നിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ കഴിയില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ, തനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുന്ന് ഓർത്തപ്പോ താൻ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന എന്തിനാ? ഞാനിങ്ങനെ കൈ ഞൊടിച്ചാണ്ടല്ലോ 1000 പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാല് വാട്ടിക്കൊണ്ട് വരും. അറിയാം, ലിഫ്റ്റിൽ വെച്ച് അറിഞ്ഞതാ ഞാൻ താനൊരു പോക്കിരിയാണെന്ന്. ആരടി പോക്കരി? എന്താ നിന്റെ ക്യാരക്ടർ അത്ര നല്ലതാണോ? റോഡിൽ കൂടി പോകുന്നവരെല്ലാം നോക്കി ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നില്ലേ നിന്റെ പണി? എലിമോന്ത കണ്ടാലും മതി. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ചെരുപ്പുരി അടിക്കും. കഴുതേ എടാ അളിയാ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പഠിച്ചിട്ട് പറയാൻ പോയത് എന്തിനാടാ? അയ്യോ, എന്നെ ചവിട്ടുന്നത് എന്തിനാടാ? എന്നെ കൊല്ലേണ്ടതാ. നീ കാരണം എന്റെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വഴക്കടിക്കുന്നവന് വരെ അടുത്ത വഴി ആലോചിക്കും. അടുത്ത വഴി എന്ന് വെച്ചാൽ ഡൈവോഴ്സാ. വാട്ട്? ഇന്നലെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് ഡൈവോഴ്സോ? നോ 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 സാർ, കുറച്ച് കാശ് കൂടുതലായാലും കുഴപ്പമില്ല സാർ. എന്റെ ലൈഫിന്റെ കാര്യമാണ് സാർ, പ്ലീസ് സാർ. നോ മാൻ, നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ്. ലീഗൽ ഈസ് ലീഗൽ. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആകണം. 1 ഇയർ ആവണമെന്നോ? 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ, സമാധാനപ്പെട്. 1 വർഷം സഹിക്കല്ലടാ. എന്താടാ, ആരാ വന്നേ? സാറായിരുന്നോ? വേറെ ആരെന്ന് വെച്ച് പേടിച്ചു പോലോ സാറേ. അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ? സാർ, സാറിനെ കണ്ട എനിക്ക് ഭയങ്കര പേടിയാണ് സാർ. എന്റെ മുട്ടുകൂടി നിർത്തടാ, ഓവർ ആക്ട് ചെയ്യുന്നു. നീ ആ സൂര്യനാരായണന്റെ മോളെ കല്യാണം കഴിച്ചില്ലേ? നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും. 1/2 മണിക്കൂർ ടൈം തരുന്നു. ഈ വീടും ഷോപ്പും വിട്ട് നീ പൊയ്ക്കണം. സാർ, സാർ എന്താ ഇത്? പൊട്ടനാണോ? മാറിക്കടാ. എടാ, 1/2 മണിക്കൂറിനുള്ളിൽ ഇവനോടൊന്ന് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത്. അല്ല സാർ, ബ്ലഡി ഫൂൾ. കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. എടാ, ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യമാളെ അത്? നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും. ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ? അവളുടെ മോന്തയും അവളുടെ കണ്ണും അവളുടെ വായൊക്കെ കൂടി കണ്ടാ സൂപ്പർ ഫിഗറിനെ ആണോടാ? ഫിഗർ ഉണ്ടായാൽ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പോ നോക്കിയാലും ഇനാം വെച്ചേ പോലെ നീ ഇവിടെ എന്തെടുക്കുക? ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നോ? ആ നന്ദി നീ കാണിച്ചോ? ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത്? ഇത് വല്ലോ നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും?
എന്താ ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി ഞാനിപ്പോ പരിപാടിയിലായി. എല്ലാം താൻ ഒരുത്തി കാരണമല്ലേ? ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നോ, നീ ഈ ഫ്ലാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കിയേ, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ലാറ്റ് ആയിട്ടാ ആ DCP നമുക്ക് ഈ ഫ്ലാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ലാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ലാറ്റിന്റെ മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. എടോ, താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞത് എന്താ, ഇപ്പൊ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആണ്. അപ്പോ ആ 1 വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലൊരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തി അവശേഷിക്കുന്നുള്ളൂവെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. താങ്ക്സ്. അതോ ഹവയും പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഓർമ്മ ഉണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ്മ. മധു മോളെ, എന്തിനാ മോളെ കരയുന്നേ? കരയാതെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മ. ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നീ നുണ പറയണ്ട. ഞാൻ നിന്നോട് പിണങ്ങുമെന്ന് വിചാരിച്ചോ? ഡാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുമല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ പൊയ്ക്കോ. അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പഠിത്തം പോകാനാ പറഞ്ഞത്. ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി? ആ പിസാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. വേണ്ടടി, ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്നറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും കെട്ടിപ്പിക്കും. അത് ശരിയാ. എന്നാലും അലവലാതി എത്രയാന്ന് കരുതിയാ ഞാൻ സഹിക്കാം. അവന് അത്ര കഴപ്പമാ? കഴപ്പല്ലടി, കുഴപ്പം. അവന്റെ കരുതി ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ വെക്കുന്ന ടോർച്ചന ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി ഇനി ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിലാക്കി തരാം. ഓക്കെയാ? ഏയ്, എന്താ ഇവിടെ നടക്കുന്നത്? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്താ അവിടെ നടക്കുന്നതെന്ന്. ന്യൂസൻസ് ഓഫ് ഇന്ത്യ. ഹായ് ഡാർലിങ്സ്, സൂപ്പർ ഡാൻസ് ആട്ടോ. കളി നമ്മളോട്. നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ? നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമ്മള് വിചാരിച്ച പോലെ അല്ലടി. അവന്റെയിലും ഒരു വെടിക്കുള്ള മരുന്നുണ്ട്. Shut up. Get out. ഹലോ, ഹായ് ടീന. ഡിസ്കോ റിഹേഴ്സലോ? വേണ്ട, എന്റെ ഫ്ലാറ്റിലേക്ക് പോര്. 50 പേരല്ല 500 പേര് വന്നാലും കുഴപ്പമില്ല. ഒരു കേസ് ബീറോ കൊണ്ടുവന്നേ. ഓക്കെ. ഓർഡർ ഉണ്ടില്ലേ? ഔട്ട് ഔട്ട് ഔട്ട്. നിന്നെ കാണാൻ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പാർട്ട്മെന്റുകാർ കംപ്ലൈന്റ് പറയുന്നുണ്ട്. നിന്റെ കൂടെ ഒരുപാട് പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് ഇവിടെ ആരും കംപ്ലൈന്റ് ഒന്നുമില്ലേ? നിന്നെ കാണാൻ വരുന്ന പോലെയാണ് എന്നെ കാണാൻ. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ഒരു എഗ്രിമെന്റ് കൂടി വെക്കാം. ഇന്ന് മുതൽ ഈ ഫ്ലാറ്റിൽ നിന്റെ ഫ്രണ്ട്സ് വന്നു പോവരുത്. എന്റെ ഫ്രണ്ട്സും വരില്ല. ഓക്കെ? ശരിയടാ, ഒരുമിച്ചുള്ള ജീവിതമായി പോയല്ലോ. നടക്കട്ടെ. ഹലോ. ഞാൻ ആ പയ്യനെ കൊന്നിട്ട് എന്റെ മോളെ പിടിച്ചോണ്ട് വരാം. അവൻ അവളെ കെട്ടുമോ? എടാ, പാതിരാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ മോൻ അവളെ കെട്ടുമോ അതോ ഇല്ലയോ? എടാ സൂര്യ, നമ്മൾ ഒന്നല്ലേ? അപ്പോഴും ഞാൻ എന്തു പറഞ്ഞു? അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. നിന്റെ മോളെ മരുമകളാക്കാൻ എപ്പോഴും ഞാൻ ഒരുക്കമാടാ. അത് മതിടാ. അവന് ആദ്യം DCP ഒതുക്കണം. പണി വന്നല്ലോ. എന്തായാലും വന്ന ഉടനെ തിരിച്ചു പോന്നേ. വാന്നേ, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. എടാ അളിയാ, നിന്റെ ഭാര്യ ശരിയല്ലടാ. നിന്നെ കാണാൻ വന്നപ്പോ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവനെ കഷണ്ടി തലയാന്ന് വിളിച്ചളിയാ. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചു. നിന്നെ കഷണ്ടി തലാന്ന് വിളിച്ചോന്ന്. എന്റെ ഫ്രണ്ട്സിനോട് എന്താ പറഞ്ഞേ? പുറത്തു പോവാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? എന്ത് അധികാരത്തിന്റെ പേരിലാ നീ ഇങ്ങനെ പറഞ്ഞു? അവരെന്റെ ഫ്രണ്ട്സാ. അവരെ പറഞ്ഞു വിടേണ്ട ഞാനാ. എന്താ നീ എന്നോട് പറയാഞ്ഞേ? പുറത്ത് പോടാ. പോടാ. മധു പറഞ്ഞ ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ല. പോടാ, വിട്ട് പോടാ.
ചെല്ലേ മധു താഴെ വെച്ച് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ മോളി വിളിച്ചിട്ട് ഇത്രയും ഡോസ് കൊടുത്തത്. അവന്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലെന്നേ. വായി നോക്കികള്. അതിന് താനും തന്നെ കരയുന്നത്. എടാ കൊലദ്രോഹി, നിനക്ക് ഡൈവോഴ്സ് കിട്ടാൻ നിന്റെ ജീവിതം നാഗണ്ട കഞ്ഞായി പോടാ. ആ മരമാക്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. എന്നിട്ടാണോ പറയാഞ്ഞേ? തന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ, അവര് കൂടെ അറിയട്ടെ എന്ന് കരുതി. നല്ല ക്ഷീണം കാണും. ഇന്ന തിന്നോ. നീ പാചകം പഠിച്ച് വേസ്റ്റ് ആക്കിയത് കൊടിച്ചപ്പെട്ടി പോലും തിന്നില്ല. അതുകൊണ്ടല്ലേ നിനക്ക് തന്നെ തന്നത്. 4 ചിക്കൻ പീസ്. എന്താടാ ഇത്? എന്ത് പറ്റി സാർ? അങ്ങോട്ട് നോക്ക്. നിന്റെ ഭാര്യ എന്തിനാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിരിക്കുന്നത്? എന്നാ പിസ ഡെലിവറിക്ക് കൂടെ കൊണ്ടുപോ. അത് ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ വെച്ചുള്ള ഉപദ്രവൊന്നും പോരെ? ഹലോ സ്റ്റോപ്പ് ഇറ്റ്. ആ DCP വരാൻ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. എന്തിനാണ് എപ്പോഴും DCP എന്ന് പറയുന്നത്? DCP സാറിനെ വിളിക്കേണ്ടത്. അദ്ദേഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നത്. സാറിന് 100 വയസ്സാ. വാ സാർ ഇരിക്കെ. സാറിന്റെ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സാറിന് കഴിക്കാൻ പിസ്സ എടുക്കട്ടെ? പിസ്സ? നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഡൽഹിക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. സാർ എന്തിനാ സാർ ഞങ്ങളെല്ലാം വിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്? ഡോണ്ട് വറി മാൻ, ഡോണ്ട് വറി. ഞാൻ വേഗം ഇങ്ങ് തിരിച്ചു വരില്ലേ. ഞാൻ വരുന്നത് വരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ. എനി ടൈം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ 16 അടിയന്തരം വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ മൈ ബ്യൂട്ടിഫുൾ റോസസ്. യെസ്. ഓക്കെ സർ. ബൈ ബൈ ബൈ. മധു, ഞാൻ ആ വഴിക്കാ പോകുന്നത്. ക്യാൻ ഐ ഡ്രോപ്പ് യു? സാർ ബുദ്ധിമുട്ടുണ്ടാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം സാർ. ഓ ദാറ്റ് റൊമാൻസ്. ഗുഡ് ഗുഡ്. ഓക്കെ സാർ. ബൈ. എന്താ ഇതിന്റെ പേരിൽ നിനക്കെന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നാണോ വിചാരം? നിന്റെ മോഹം അങ്ങ് മനസ്സിരിക്കട്ടെ മോളെ. ഓസിന് അങ്ങനെ AC കാറിൽ കയറി പോകാന്ന് കരുതിയല്ലേ? കാശ് കൊടുത്ത് ബസ്സിൽ കയറി പോടി. ഓടി മോളെ. മധു ഫീൽ ചെയ്തോ? അകത്ത് ചീഞ്ഞ പിസ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോടി. ലേഡീസ്